ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു വട്ടയപ്പം തയ്യാറാക്കാം. വീട്ടിലുള്ള ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി, ഇതിപ്പോൾ അധികം വേണമെങ്കിൽ 2 കപ്പ് എടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൈസ് പൊടി, പത്തിരിപ്പൊടി എന്ന് പറയില്ല, അതുപോലെ പുട്ടുപൊടി ഉപയോഗിക്കാൻ പാടില്ല, പത്തിരിപ്പൊടി, അതുപോലെ നൈസ് അരിപ്പൊടി വറുത്തത്. പിന്നെ പച്ചരി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, ഞാൻ ഇപ്പോൾ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 3/4 അളവിൽ നാളികേരം, ഇതുപോലെ നിറച്ചെടുക്കേണ്ട, ഇത്തിരി കുറഞ്ഞെടുക്കാം. നാളികേരം ചേർന്നാൽ നല്ലത് തന്നെയാണ് നല്ലോണം. പിന്നെ പഞ്ചസാര ഇത്ര എടുക്കാം. പിന്നെ ഈസ്റ്റ് 1 സ്പൂൺ, ഉപ്പ് 1 നുള്ള്, 2 സ്പൂൺ ചോറിന് പകരം നമുക്ക് വെള്ള അവൽ വേണമെങ്കിൽ എടുക്കാം. രുചിക്കൊക്കെ വേണ്ടിയിട്ട് 2 ഏലക്കായ. നമ്മൾ നാളികേരം ഉടയ്ക്കുമ്പോൾ വെള്ളം കിട്ടില്ല, ആ വെള്ളത്തിൽ 1 നുള്ള് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാവ് പെട്ടെന്ന് പൊന്തിക്കോളും, ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കേണ്ടത് ചോറ് ഈ ഒരു ജാറിലിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പം നല്ല ഫൈനായിട്ട് അരഞ്ഞോളും ചോറ്. പിന്നെ നാളികേരം ചെറിയ ജാറിലിട്ട് അരയ്ക്കണം, എന്നാലും അത് നല്ല ഫൈനായിട്ട് അരയുള്ളൂ. പിന്നെ ഈ ഏലക്കായ തൊണ്ട് പൊളിച്ചിട്ട് ചേർക്കാം, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര, ഈസ്റ്റ് അളവൊക്കെ കൃത്യമാണ്, അതുപോലെ ഉപ്പ്. ഇത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് കൊണ്ടുവരാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേര വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് അരയണം, ചോറും നാളികേരവും അതുപോലെ ഈസ്റ്റ് പഞ്ചസാരയൊക്കെ കൂടി ചേർന്ന് നല്ല ഫൈനായിട്ട് ആദ്യം അരയ്ക്കണം. ഇനി നമുക്ക് സാധാ ജാറിൽ പൊടി ഇട്ടിട്ട് ചേർക്കാം, ഇതാവുമ്പോൾ തിക്കൽ വരും. അപ്പോൾ പിന്നെ നമുക്ക് സാധാ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടുണ്ട്. പിന്നെ നേരത്തെ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചത് പൊടിയിൽ ചേർക്കാം. ഒന്ന് കഴുകി വെള്ളം കൂടി ചേർക്കാം. ഒരു 1/4 ഗ്ലാസും കൂടിയും വെള്ളം ചേർക്കണം, എന്നാലും അത് ഫൈനായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇത്രയും കൂടിയും വെള്ളം നമ്മൾ ചേർക്കണം. എല്ലാതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിന് വേണ്ട, കണ്ട ദോശമാവിനേക്കാൾ 1 മിനിസം വേണം, നമ്മുടെ വട്ടയപ്പം നല്ല സൂപ്പറാവും. ഈ ഒരു അളവിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാനായിട്ട്. ഒറ്റ വട്ടയപ്പത്തിനുള്ള അളവാണിത്. അരിപ്പൊടി എടുക്കുമ്പോൾ നൈസ് അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അരിപ്പൊടി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എങ്ങാനും വെള്ളം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കോട്ടം തീർക്കാൻ പറ്റും. അതാണ് എല്ലാവരും അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നത്. ഇത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ. ഇത് നമ്മൾ മാക്സിമം 8 മണിക്കൂർ 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് വീർത്തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കോരി വീഴ്ത്തണം. ഇത് നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ മാവ് പൊന്തി വരും. ഇതിന് നമുക്ക് പൊന്തിയതിന് ശേഷം വട്ടയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ തടവി, നെയ്യോ ബട്ടറോ എണ്ണയോ ഏതാ വേണമെങ്കിൽ തടവാം, നമുക്ക് വിട്ട് കിട്ടാനായിട്ട്. പാത്രം സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ വട്ടയപ്പം മാവ് ഒരു 6 മണിക്കൂർ ഇരിക്കണം, അപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ പൊന്തി വരും. ചൂടുള്ള കണ്ടീഷനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും. ഇതിപ്പോൾ ഒരു 6 മണിക്കൂറോളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പൊന്താനായിട്ട്. അതാണത്. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് അളവ് കൂട്ടാം. ഇത് മിനിമം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3/4 നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. ഇത് പൊന്തി വരണ കാരണം. പിന്നെ അതുപോലെ തന്നെ പുളിക്കണേക്കാളും മുന്നേ തന്നെ നമ്മളിത് ഒഴിക്കണം. വീർത്ത് വന്ന് ആ വീർക്കണ ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. വല്ലാണ്ട് പൊന്തി താന്ന് കഴിഞ്ഞാൽ പിന്നെ മാവ് പുളിച്ചുടങ്ങും. അപ്പോഴാണ് വട്ടയപ്പത്തിന് ഒരു പുളി ടേസ്റ്റ് വരും. ഇങ്ങനെ ഒരു 3/4 ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത് പിന്നെ പൊന്തി വരുന്നതാണല്ലോ. അപ്പോൾ ആവി വന്നതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കത്തിച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഈ പാത്രം കൂടി ഇങ്ങനെ വയ്ക്കാം. നമുക്ക് ആവിയിലാണല്ലോ വേവിക്കേണ്ടത്. ഇതിങ്ങനെ വയ്ക്കാം. അപ്പം നല്ലോണം തിളച്ചിട്ട് ആവി വരുന്നുണ്ട് കണ്ട. അപ്പം നമുക്ക് നമ്മുടെ പാത്രം വയ്ക്കാം, നമുക്ക് അടയ്ക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക്
മുന്തിരിങ്ങയോ അതുപോലെ കഷ്ണട്ടൊക്കെ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ താന്ന് പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇത് തുറന്നിട്ട് നമ്മുടെ വട്ടയപ്പത്തിന്മേലേക്ക് സെൻറ്ററിൽ ഒരു മുന്തിരി വയ്ക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ച് വേവിക്കാം. അപ്പം നമ്മൾ ഒരു 15 മിനിറ്റോളം അതിൻ്റെ നല്ലോണം ഇതിൻ്റെ ലിഡ് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ തുറന്ന് പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ആവിവെള്ളം നമ്മുടെ അപ്പത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറിപ്പോവും. കണ്ട നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. കണ്ട ഇതൊന്നും പറ്റി പിടിക്കണില്ല, അപ്പോൾ വെന്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെന്തില്ലെങ്കിൽ നമ്മുടെ ഫോർക്കിൻ്റെ കൂടെ ഈ അപ്പത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇങ്ങനെ പറ്റി ചേർന്നിട്ട് വരും. ഇനി നമുക്ക് എടുക്കാം. അതുപോലെ ഒരു പരന്ന ചട്ടക്കെടുത്ത് നമുക്കിതിലേക്ക് അടിയിലേക്ക് വെച്ച് ഇങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ വട്ടയപ്പം ചൂടാറിയുണ്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ആദ്യം നമ്മൾ ആക്കി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കണ്ട നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എണ്ണ പറ്റിയിട്ടാണല്ലോ വെച്ചുള്ളത്, അത് കാരണം നല്ല സോഫ്റ്റ് വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു വട്ടയപ്പം തയ്യാറാക്കാം. വട്ടയപ്പം കട്ട് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ്. നല്ല വട്ടയപ്പായുണ്ട്. പിന്നെ നമ്മൾ ചോറ് അധികം ചേർക്കാൻ പാടില്ല, പൊട്ടൽ വരും. ഇതിപ്പോൾ നമ്മൾ പാകത്തിന് ചോറാണ് ചേർത്തുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം. കണ്ട നല്ല സോഫ്റ്റ് വട്ടയപ്പായുണ്ട്. താറാവ് കറിയുടെ കൂടിയും അതുപോലെ ബീഫിൻ്റെ കൂടിയും കോഴിക്കറിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ വട്ടയപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല മെയിൻ പലഹാരമാണ് നമ്മുടെ ക്രിസ്മസിന് വട്ടയപ്പം. അരിപ്പൊടി വേണം എടുക്കാനായിട്ട്, പുട്ടുപൊടി ഉപയോഗിക്കരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ചോറിൻ്റെ അളവ് ഞാൻ പറഞ്ഞ അളവ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ എടുക്കണ കപ്പിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ വട്ടയപ്പം സൂപ്പറാവും. ഈ അളവ് അനുസരിച്ച് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ, അതായത് അരിപ്പൊടി, നാളികേരം, ഈസ്റ്റ്, ചോറ്, പഞ്ചസാരയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വട്ടയപ്പം കറക്റ്റായിട്ട് ഉണ്ടാവും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു അളവ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് വട്ടയപ്പം തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.